ിച്ചിട്ട് വീടിന്റെ അകത്ത് നിന്ന് വിളിച്ചുകൊണ്ടിറക്കി പോകുന്ന ഭാര്യമാര്, എന്റെ പെങ്ങന്മാരെ, ഉമ്മാന്റെ കണ്ണീരിന്റെ ശാപം നിനക്ക് കിട്ടുപടി പൊന്നുമോള്. ഒറ്റയ്ക്ക് സുഖിക്കാൻ നീ നിന്റെ ഭർത്താവിനെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന നെഞ്ചുപൊട്ടി കെട്ടാ ചെറുപ്പക്കാരന്റെ ഉമ്മ കരയുകയാ. അല്ലാ, ആ കണ്ണീരിന്റെ വില അല്ലാഹു നിനക്ക് കാണിച്ചു തരും പെണ്ണ്. എങ്ങനെയാണ് കാണിച്ചു തരുന്നതെന്നറിയോ? വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു ദിവസം നിന്റെ മുന്നിൽ നിന്റെ ഭർത്താവിനെ കൊണ്ടുവെക്കും. അന്ന് കരയുപടി പൊന്നുമോള്. നീ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയപ്പോ നിന്റെ ഭർത്താവിന്റെ ഉമ്മ കരഞ്ഞതിന്റെ 10 ഇരട്ടി നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവിയിട്ട് കരയും മോള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കും. എന്റെ ചെറുപ്പക്കാരാ, വേണ്ടടാ പൊന്നുമോര്, നിനക്കൊരു നല്ല മരണം അല്ലാഹു നിനക്ക് തരൂല. നബിദിനത്തിന് കുട്ടികളെ പ്രസംഗിക്കുന്ന പ്രസംഗം നിനക്കറിയുമല്ലോ. അതാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി മരണത്തോട് മല്ലടിച്ചു കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ നാവ് പൊങ്ങുന്നില്ല, ശഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല. സഹാബാക്കൾ വന്ന് റസൂലുള്ളാഹിയോട് പറയുമ്പോ പ്രവാചകൻ ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? യാ റസൂലല്ലാഹ്, ഉമ്മയുണ്ട് നബിയേ, വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളും മകനും തമ്മിൽ എങ്ങനെയാണ്? ആ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോനോ, എന്റെ പൊന്നുമോൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു നബിയേ, അവന് ജീവനായിരുന്നു നബിയേ. പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവനെന്നോട് സ്നേഹം കുറഞ്ഞു പോയി നബിയേ, അവൻ എന്നെ പരിഗണിക്കുന്നില്ല നബിയേ. എന്റെ മനസ്സ് വേദനിച്ചു നബിയേ, എന്റെ മനസ്സ് വേദനിച്ചു നബിയേ. എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഉമ്മാന്റെ മനസ്സ് വേദനിച്ചപ്പോ അവന് ശഹാദത്ത് കലിമ പറയാൻ കഴിയില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? ഇല്ല നബിയേ, എനിക്കും മറക്കാൻ കഴിയില്ല. സഹാബാ, ജീവനോടെ കത്തിച്ച് കള സഹാബാ. പറയേണ്ട താമസം ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. ഇതുപോലെ 1000 ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് സമയത്താണ് ഏത് രീതിയിലാണ് മരിക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പരസ്പരം ഓരോ രാത്രിയും പൊരുത്തം ചോദിച്ചിട്ടേ കിടക്കാവൂ. ഭാര്യയും ഭർത്താവും പൊരുത്തം ചോദിച്ചിട്ടേ കിടക്കാവൂ. എങ്ങനെയാ ജീവിക്കേണ്ടതെന്നറിയോ? എങ്ങനെയാ ജീവിക്കേണ്ടതെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന പ്രായം ചെന്ന ഉപ്പമാരോട് ചോദിക്കട്ടെ, നീയും നിന്റെ ഭാര്യയും ഇപ്പോഴും ഒരേ റൂമിനകത്താണോ കിടന്നുറങ്ങുന്നത്? പടച്ചവനെ, അധികം ഭർത്താക്കന്മാരും കിടന്നുറങ്ങാറില്ല. കാരണം ഭാര്യയ്ക്ക് പ്രായമായല്ലോ, നിനക്കും പ്രായമായല്ലോ. ഇപ്പൊ രണ്ടുപേർക്കും പടച്ചവരെ പ്രായമായപ്പോ രണ്ടുപേരും 2 തട്ടിലാണ്. അമ്മ ഒരു റൂമിലാണ്, വാപ്പ ഒരു റൂമിലാണ്. നീ പെണ്ണ് കെട്ടിയത് എന്തിനു വേണ്ടിയാണ് വാപ്പ? സുഖിക്കാനായിരുന്നോ? നീ വെറും സെക്സിന് വേണ്ടിയാണോ പെണ്ണ് കെട്ടിയത്? ഇന്ന് നിന്റെ ഭാര്യയ്ക്ക് അതിന് കഴിയാതെ വന്നപ്പോ, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിവില്ലാതെ വന്നപ്പോ ഇന്ന് നിന്റെ ഭാര്യ വേറെ റൂമിലാക്കുന്നൊരവസ്ഥ വാപ്പ ഇപ്പോഴാ താനാകേണ്ടത്. ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, മക്കളെന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, ഭാര്യയും ഭർത്താവും മരിക്കുന്ന ദിവസം ഒരേ റൂമിനകത്ത് വേണം കിടക്കാ. അവിടെയല്ലേ താനുള്ളത്, അവിടെയല്ലേ സന്തോഷമുള്ളത്, അവിടെയല്ലേ തണലുള്ളത്. എന്തിന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ 25-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ എത്ര വയസ്സായിരുന്നെന്നറിയോ? 40 വയസ്സായിരുന്നു ചെറുപ്പക്കാരാ.
അള്ളാഹുവിന്റെ പ്രവാചകൻ 40 വയസ്സ് ഖദീജ ബീവിക്ക്. കൂട്ടടാ പൊന്നുമോരെ, കൂട്ടടാ പൊന്നുമോരെ. മരിക്കുന്ന രാത്രിയും ഒരേപോലെയാളാ ജീവിച്ചിരുന്നത്. എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ. മരിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ റസൂല് ഖദീജാനെ മറന്നില്ല. എന്ത് പറഞ്ഞാൽ കരയുമായിരുന്നു, എന്ത് പറഞ്ഞാൽ കരയുമായിരുന്നു. ആദിക്കാട്ടുകുളങ്ങരയിലെ പെണ്ണ്, സ്വർഗം വേണോ പെണ്ണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ഖദീജ ബീവിക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം നബിയേ. എന്താണെന്നറിയുമോ? ഖദീജ ബീവിക്ക് നാളെ സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട്. ഒരു പെണ്ണിനും അത് കിട്ടൂല, ഒരു പെണ്ണിനും അത് കിട്ടൂല. ഖദീജ ബീവിക്ക് നാളെ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ ഒരു കൊട്ടാരമുണ്ട്. എന്തിനാ അല്ലാഹ് കൊടുത്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട